ജർമ്മൻ പഠിക്കാൻ ശരിക്കും എത്ര സമയം വേണം? കുറേ പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ നാട്ടിലാണെങ്കിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ചിലർ പറയും 5 മാസം, ചിലർ പറയും 4 മാസം, ചിലർ പറയും 12 മാസം, 10 മാസം, 1 വർഷം എന്നൊക്കെ. എന്താണ് ശരിക്കും, അല്ലെങ്കിൽ എത്ര സമയം വേണം നിങ്ങൾക്ക് ജർമ്മൻ പഠിക്കാനായിട്ട്? ഒരു ആവറേജ് സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു ആവറേജ് ലാംഗ്വേജ് പഠിക്കുന്ന ഒരാൾക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് 8 to 10 months ആണ്. ഇതിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെയിലി നിങ്ങൾ മിനിമം ഒരു 3 hours അല്ലെങ്കിൽ 3.5 hours കമ്മിറ്റഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ ടൈം സ്പാനിൽ, അതായത് 8 to 10 മാസം കൊണ്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ വരികയാണ്, ലൈക്ക് ഞാൻ ഡെയിലി 1 മണിക്കൂർ പഠിക്കാം എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ആവറേജ് ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 8 to 10 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അതിൽ കൂടുതൽ സമയം എടുത്തേക്കാം. നേരെ മറിച്ച് വേറൊരാള് എന്ത് ചെയ്യുന്നുണ്ടാവും, ഞാനൊരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഡെയിലി ഇരിക്കാൻ റെഡിയാണെന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾക്ക് എന്ത് ചെയ്യും, 6 മാസം കൊണ്ടോ 7 മാസം കൊണ്ടോ ലാംഗ്വേജ് തീർക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം ശരാശരി ഒരു 3.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കമ്മിറ്റഡ് ആയിട്ട് ആ സമയത്ത് വേറെ വർക്കിലൊന്നും എൻഗേജ് ആവാതെ ജർമ്മൻ വീഡിയോസും ജർമ്മൻ ഓഡിയോസും കേട്ട് ജർമ്മനിൽ എഴുതി ജർമ്മനിൽ സംസാരിക്കാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 8 to 10 മാസം കൊണ്ട് നിങ്ങൾക്ക് A1 to B2 വരെ ഫ്ലുവൻ്റ് ആവാനായിട്ട് പറ്റും. ഇനി ഇതിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ഏറ്റവും ബെറ്റർ ആയിട്ട് 5 മാസം കൊണ്ടും 6 മാസം കൊണ്ടും പഠിക്കണം എന്നുള്ളതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. കോഴ്സ് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ജർമ്മനിൽ ഫ്ലുവൻ്റ് ആവണമെന്നില്ല. ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. 4 മാസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ A1 to B2 വരെയുള്ള കംപ്ലീറ്റ് ഗ്രാമറും കാര്യങ്ങളൊക്കെ കോഴ്സ് തീർന്നിട്ടുണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു ജർമ്മൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, ഏറ്റവും എഫക്റ്റീവായിട്ട് എവിടെ പഠിപ്പിക്കുന്നു, ഏറ്റവും എഫക്റ്റീവായിട്ട് എവിടെയാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉള്ളത്, അവിടെ പോയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് മിനിമം നമുക്ക് റിക്വയർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 8 to 10 months ആണ്. അതൊരു ആവറേജ് 3 മണിക്കൂർ നിങ്ങളൊരു ദിവസം പഠിക്കുകയാണെങ്കിൽ, ഈ 3 മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യലല്ല, അത് നിങ്ങളുടെ പഠനമാണ്. മീൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ക്ലാസ് നിങ്ങൾ 1.5 hour അറ്റൻഡ് ചെയ്താലും പ്രശ്നമല്ല. ബട്ട് പഠിക്കുന്ന സമയം എപ്പോഴും 3 hours ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8 to 10 months കൊണ്ട് നിങ്ങളുടെ B2 വരെയുള്ള പഠനം തീർക്കാൻ പറ്റും. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ഈ 3 മണിക്കൂർ പഠനം എന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ജസ്റ്റ് വായിക്കലല്ല. അവിടെ നിങ്ങൾ ജർമ്മൻ വീഡിയോസ് കാണണം, ജർമ്മനിൽ നിങ്ങൾ സംസാരിക്കണം, ജർമ്മൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ട്രൈ ചെയ്യണം, ജർമ്മനിൽ നിങ്ങൾ വായിക്കാൻ ട്രൈ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഈ 3 മണിക്കൂറുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചെറിയ സമയം കൊണ്ട് പഠിച്ചെടുക്കുന്നവരുണ്ട്. 4 മാസം കൊണ്ടും 5 മാസം കൊണ്ടും നല്ല പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് 8 to 10 months ടൈം എടുക്കുന്നുള്ളതും, അതും ഡെയിലി 3 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂറാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കാനൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർലി മനസ്സിലാക്കേണ്ടത്, എവിടെ കോഴ്സ് പെട്ടെന്ന് തീരുന്നു എന്നുള്ളതല്ല, എവിടെ നിങ്ങൾക്ക് പ്രോപ്പർ എഫക്റ്റീവായിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾ ജർമ്മൻ പഠിക്കാൻ എത്ര സമയം എടുത്തു, അതുപോലെ നിങ്ങൾ ജർമ്മൻ പഠിച്ച എക്സ്പീരിയൻസ് താഴെ ഒന്ന് കമൻറ്റിൽ നിങ്ങൾ ഷെയർ ചെയ്യുക.